നമസ്കാരം. തമിഴ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, അതായത് തമിഴിൽ മാത്രം ഈ സന്ദേശങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അവർക്ക് അങ്ങനെ ഒരു വാശി പോലെയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കാനോ അല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. അവയിൽ ഇപ്പോൾ പ്രകാശ് രാജിനെ വല്ലാത്ത രീതിയിൽ പരിഹസിച്ചും ട്രോൾ ചെയ്തും ഒക്കെ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അടിസ്ഥാനപരമായിട്ട് ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോൾ ആ മന്ത്രിസഭയിലെ MLA-മാരെല്ലാം വിജയുടെ ഡ്രൈവർമാരാണ്. കണ്ട ഡ്രൈവർമാരെയൊക്കെ പിടിച്ച് MLA-യും മന്ത്രിയും ഒക്കെ ആക്കുകയാണോ വേണ്ടത്? തമിഴ് ജനതയ്ക്ക് വിവരമുണ്ടെന്നാണ് ഞാൻ കരുതിയത് തുടങ്ങിയ ഒരു വളരെ ഹീനമായൊരു പ്രസ്താവന പ്രകാശ് രാജ് നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ച് വിജയുടെ ആരാധകരെന്ന് പറയുന്നത് ഇപ്പോൾ വിജയുടെ അണികളായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു ആരാധകരുടെ മനോനിലയിൽ നിന്നവർ മുകളിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ പ്രകാശ് രാജിനെ വിമർശിക്കുന്ന കാര്യത്തിൽ നമുക്കവരെ കുറ്റം പറയുവാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ദേശീയവാദികളായിട്ടുള്ള ആളുകൾ പോലും പലപ്പോഴും അവരെ ചൊടിപ്പിക്കുന്ന തരത്തിൽ നിരവധി പ്രസ്താവനകൾ പ്രകാശ് രാജിനെ പോലുള്ളവർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രകാശ് രാജ് ജസ്റ്റ് ആസ്കിങ് എന്ന ഒരു ഹാഷ്ടാഗ് ഇട്ട് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ, മുൻപ് ട്വിറ്റർ ഇപ്പോൾ എക്സിലൂടെ ഹാൻഡിലൂടെ അദ്ദേഹം നിരവധി തവണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെയും ഒക്കെ ലക്ഷ്യം വെച്ച് അദ്ദേഹം നിരവധി പരിഹാസ്യമായ അപഹാസ്യ ദ്യോതകമായ ട്വീറ്റുകളും അഭിപ്രായ പ്രകടനങ്ങളും നിരന്തരം നടത്താറുണ്ട്. പൊതുവേദികൾ ലഭിച്ചാൽ, എവിടെയെങ്കിലും ആരെങ്കിലും മൈക്ക് കൊടുത്താൽ ആ മൈക്ക് ഏതാണ്ട് കടിച്ചു ചവച്ച് തിന്ന് തീർക്കുന്നത് വരെ അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കും. കേരളത്തിൽ പലപ്പോഴും അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായി പല ചടങ്ങുകൾക്കും ക്ഷണിച്ചെഴുന്നള്ളിച്ച് കൊണ്ടുവരാറുണ്ട്. ആ വേദികളിലെല്ലാം അദ്ദേഹം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ പ്രകാശ് രാജിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശ് രാജ് ഈ രഘുവരൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വില്ലനായി ഉയർന്നു വന്ന് തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം തെന്നിന്ത്യൻ സിനിമകളിൽ ഉണ്ടാക്കുകയും പിന്നീട് ഈ വാണ്ടഡ് പോലുള്ള സിനിമകളിലൂടെ ബോളിവുഡിലേക്കും കടന്നു ചെന്ന് സ്വന്തമായിട്ടൊരു സ്ഥാനമുണ്ടാക്കി വളരെയധികം തിരക്കുണ്ടായിരുന്ന ഒരു നടനാണ്. ഇപ്പോൾ തിരക്കുകൾ വളരെ കുറവാണ് അദ്ദേഹത്തിന്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മറ്റ് ദിശകളിലേക്ക് വഴിമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രകാശ് രാജിനെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഈ ട്രോളുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ ഒരു സെലിബ്രിറ്റികളുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഒന്ന് വിശകലനം ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്, ഇനിയും വരും ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസത്തിൽ മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഗാസയുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇനി സെലിബ്രിറ്റികളുടെ കുത്തൊഴുക്കായിരിക്കും. സേവ് ഗാസ, ഓൾ ഐസ് ഓൺ റാഫ തുടങ്ങിയ ഒരു വാദങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രചരണങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രചാരം നൽകിക്കൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിലും ട്വിറ്റർ ഹാൻഡിലുകളിലും എക്സ് ഹാൻഡിലുകളിലും എല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളതിൽ വളരെ വ്യാകുലരാണ്, ഞങ്ങൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് എന്നുള്ള തരത്തിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെന്ന് പറയുവാൻ സാധിക്കില്ല. പ്രകാശ് രാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് അദ്ദേഹം ചിന്തിച്ചിരുന്ന്, അതെൻ്റെ മണ്ടത്തരമെല്ലാം മാറ്റിവെച്ചാൽ പോലും ചിന്തിച്ചിരുന്ന് എഴുതിയുണ്ടാക്കി അല്ലെങ്കിൽ പറയുന്ന വാക്കുകളാണ്. ഈ സെലിബ്രിറ്റികളുടെ കാര്യം പറയുമ്പോൾ, ഉദാഹരണത്തിന് ദുൽഖർ സൽമാനാണെങ്കിൽ ഓൾ ഐസ് ഓൺ റാഫ എന്നുള്ള ഒരു പടം കൊടുത്ത് അദ്ദേഹം ഒരു ഹാഷ്ടാഗ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് അദ്ദേഹം ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പടമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ PR ടീം എവിടുന്നെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ഒരു കണ്ടൻറ്റ് അദ്ദേഹത്തിന് നൽകുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരുപാടുള്ള അദ്ദേഹത്തിൻ്റെ ഹാൻഡിലൂടെ ലോകത്തെ അറിയിക്കുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. കാരണം മേലോട്ട് ചിന്തിച്ച് വളരെ ഒരു ബൗദ്ധികമായ തലത്തിലൊന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനുള്ളൊരു ശേഷിയും ക്ഷേമൂഷിയും ദുൽഖർ സൽമാനില്ല, പ്രകാശ് രാജിനുമില്ല. പക്ഷേ പ്രകാശ് രാജ് എന്നിരുന്നാലും അത്തരത്തിലുള്ളൊരു ചിന്താശക്തി തനിക്കുണ്ട് എന്ന് ലോകരെ ബോധ്യപ്പെടുത്താനെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്ന് ചിന്തകൾ നടത്താറുണ്ട്. ഇനി ഈ ദുൽഖർ സൽമാൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങളൊന്നും സ്വന്തമല്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. പ്രകാശ് രാജിനെ സംബന്ധിച്ചിടത്തോളം തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയമാണത്. അത് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി അരാജകത്വം സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കണമെന്നുള്ളൊരു മാവോയിസ്റ്റ് ചിന്താഗതിയുണ്ടല്ലോ. അതിൻ്റെ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. ചിന്താശാഖകളുടെ കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ള ചിന്താശാഖകളിൽ പെട്ടുപോയ, പിന്നെ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ടുള്ള
എന്ന് വിമർശകർ പറയുന്ന രീതിയിലുള്ള ഒരു ചിന്താശാഖ. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസും മാവോവാദികളും രണ്ടല്ല എന്നുള്ളത് സ്റ്റാൻ സ്വാമിയെ പോലുള്ള ഭീകരവാദികൾ തെളിയിച്ചിട്ടുള്ളതാണ് നമ്മോട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചിന്താസരണിയിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ദുൽഖർ സൽമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഷാജി പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. മതം മാത്രമാണ് പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഫേലോട്ട് എല്ലാ കണ്ണുകളും പോകട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പഹൽഗാമിലോട്ടോ മറ്റ് ഭാരതത്തിൻ്റെ മേൽ ഇസ്ലാമിക ഭീകരവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭാരതത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളോ കൂട്ടക്കൊലകൾ പഹൽഗാമിൻ്റെ കാര്യം തന്നെ നോക്കൂ. പഹൽഗാമിൻ്റെ കാര്യത്തിൽ ഗാസയിലുണ്ടായ ഒരു വികാര പ്രകടനം ദുൽഖർ സൽമാൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ? എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വികാരങ്ങളില്ലാത്തൊരു വ്യക്തിയാണോ അദ്ദേഹം? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാത്തൊരു വ്യക്തിയാണോ അദ്ദേഹം? അല്ല. തീർച്ചയായിട്ടും ഒരു കാര്യത്തിലേക്കും കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. വരനെ ആവശ്യമുണ്ട് എന്നൊരു മലയാള ചലച്ചിത്രം അദ്ദേഹം നിർമ്മിച്ചിരുന്നു, സുരേഷ് ഗോപി നായകനായ. ആ ചിത്രത്തിൽ ഒരു പ്രഭാകര എന്ന് വിളിക്കുന്നൊരു രംഗമുണ്ട്. ഈ പ്രഭാകര എന്ന് വിളിക്കുന്ന രംഗം അടിസ്ഥാനപരമായിട്ട് പട്ടണപ്രവേശം എന്ന സിനിമയിൽ നിന്ന് തിലകൻ കരമന ജനാർദ്ദനൻ നായരുടെ തിലകൻ്റെ അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രം കരമന ജനാർദ്ദനൻ നായരുടെ പ്രഭാകരൻ എന്ന കഥാപാത്രത്തെ, ഇവർ കള്ളക്കടത്തുകാരാണ്, പഴയ സുഹൃത്തുക്കളാണ്. കരമന ജനാർദ്ദനൻ നായർ താനിവിടം വിട്ടുപോകണം എന്ന് പറയുമ്പോൾ പ്രഭാകര എന്ന് വളരെ വികാര വിക്ഷോഭത്തോടുകൂടി അവിശ്വസനീയമായ രീതിയിൽ എന്തോ കേട്ടതുപോലെ പ്രതികരിക്കുന്നൊരു രംഗമാണ്. അതിൻ്റെ ഒരു കോൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു ട്രിബ്യൂട്ടോ അല്ലെങ്കിൽ കോൾ ബാക്ക് എന്നോ രീതിയിലാണ് ഈ രംഗം വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പുതിയ തരംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡുണ്ട്. ഈ തമിഴ് ദേശീയവാദം എന്നുള്ള പേരിൽ പഴയ തമിഴ് പുലി ഭീകരവാദികളെ പുനർജീവിപ്പിച്ചെടുക്കുവാൻ, അവരുടെ ആശയങ്ങളെ പുനർജീവിപ്പിച്ചെടുക്കുവാനുള്ളൊരു ശ്രമം. അത്തരത്തിലുള്ള ആശയങ്ങളുമായി നടക്കുന്ന ഒരു വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർത്തുകയും അത് ശ്രീലങ്കൻ തമിഴന്മാരെ ഏറ്റെടുക്കുകയും അതേ തുടർന്ന് ഞങ്ങൾ ആരെയും ഒരു മുറിപ്പെടുത്താനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഉദ്ദേശിച്ചതല്ല, മാപ്പാക്കണം, എന്താ പറയുക, ക്ഷമിക്കണം, ജീവിതമാണ്, വയറ്റിപ്പഴപ്പാണ് എന്നുള്ള തരത്തിലൊരു മാപ്പ് ദുൽഖർ സൽമാൻ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വിടുകയും ചെയ്തിരുന്നു. അതൊന്നും അദ്ദേഹത്തിന് പുതിയതല്ല. ലോക സിനിമയുടെയും നിർമ്മാതാവ് അദ്ദേഹമായിരുന്നു. ബാംഗ്ലൂരിനെ അപമാനിച്ചു എന്നുള്ളൊരു ആരോപണം വന്നപ്പോൾ അതിനും അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ പഹൽഗാമിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ പ്രതികരിക്കാത്തതിനോ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിക്കാത്തതിനോ ഇതിനൊന്നും അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടായപ്പോൾ അദ്ദേഹം അത് കേട്ട ഭാവം നടിച്ചില്ല. അതാണ് പറഞ്ഞത്, ആന്തരികമായി കൊച്ചുകാലം മുതൽ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന മതം എന്ന രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ആ രീതിയിലേ കാണുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രകാശ് രാജ് മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ബൗദ്ധികമായി ഉയർന്ന തലത്തിലാണ് എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ ബൗദ്ധികമായി ദുൽഖർ സൽമാനേക്കാളും വളരെ താഴ്ന്ന നിലയിലായിരിക്കാം. കാരണം ദുൽഖർ സൽമാൻ ഒരുപക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിച്ചാൽ പ്രകാശ് രാജിനേക്കാളും രാഷ്ട്രീയ അവബോധമുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ മതമെന്ന രാഷ്ട്രീയം അദ്ദേഹത്തെ അതിനെ അനുവദിക്കാത്തതാവാം. പ്രകാശ് രാജിനെ സംബന്ധിച്ച് ബൗദ്ധികമായി വളരെ ഉയർന്ന നിലവാരത്തിലൊന്നുമല്ലെങ്കിലും പ്രകാശ് രാജിൻ്റെ ഈ ഒരു ശാഖയുണ്ടല്ലോ, മാവോയിസ്റ്റ് സിദ്ധാന്തവാദികൾ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ കലാരംഗത്ത്, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ കലാരംഗത്ത് വളരെയധികം സ്വാധീന ശക്തിയുള്ളവരാണ്. അതിൽ പ്രകാശ് രാജ് മാത്രമല്ല, തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആളുകളുള്ളത്. അത് വെട്രിമാരനാകട്ടെ, അമീർ എന്ന സംവിധായകനാകട്ടെ. അമീർ ഒരു പരിപൂർണ ഇസ്ലാമിസ്റ്റാണ്. പക്ഷേ ഈ വെട്രിമാരൻ, സമുദ്രക്കനി തുടങ്ങിയ ആളുകളുടെ കൂടെ ചേർന്ന് ഞാനും ഒരു ബുദ്ധിജീവിയാണ് എന്നുള്ള തരത്തിൽ അടിസ്ഥാനപരമായിട്ട് ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം പോലും ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു തനി ഉസ്തുഗുതനാണ് എന്ന് ഉസ്തുഗുതൻ എന്ന ട്രോളന്മാർ അല്ലെങ്കിൽ പോങ്ങമൂടൻ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് അമീർ. പക്ഷേ വെട്രിമാരൻ്റെ ഒപ്പം ചേർന്ന് ഞാനൊക്കെ ബുദ്ധിജീവിയാണ് എന്നുള്ള തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അമീർ. ഈ പറഞ്ഞ പേരുകളെല്ലാം ഒരുപാട് പേരുണ്ട്. സമുദ്രക്കനിയാവട്ടെ, ശശികുമാർ ആവട്ടെ. ശശികുമാർ ഇക്കൂട്ടത്തിൽ ഏറ്റവും പാവം, വ്യക്തിപരമായി ഏറ്റവും പാവം വ്യക്തിയാണ്. കാരണം വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒന്ന് അടുത്ത് കഴിഞ്ഞാലോ സംസാരിച്ചു കഴിഞ്ഞാലോ മനസ്സിലാവും അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. പക്ഷേ ഇവരോടുള്ള സൗഹൃദം കാരണം അവരോടൊപ്പം സഞ്ചരിക്കുന്നു. ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു മാറി സഞ്ചരിച്ചൊരു മറ്റൊരു വ്യക്തിയാണ് ബാല. കാരണം ഇവരെല്ലാം, ഈ വെട്രിമാരനാകട്ടെ, ബാലയാകട്ടെ, ശശികുമാർ നേരിട്ടില്ലായിരുന്നെങ്കിൽ പോലും പഴയ ബാലു മഹീന്ദ്രയുടെ ശിഷ്യന്മാരായിട്ട് ഉയർന്നു വന്നൊരു വിഭാഗമാണ്. ഈ വിഭാഗത്തിൻ്റെ എല്ലാം പ്രധാന പ്രശ്നം അടിസ്ഥാനപരമായി ഞങ്ങളെല്ലാം പകുത്തറിവാളന്മാരാണ്. ഈ പകുത്തറിവാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ള,
ബുദ്ധിജീവികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അതായത് എല്ലാ ചിന്തകളെയും ഒരു അവഗാഹത്തോടു കൂടി ഒരു ആഴത്തിൽ പഠിച്ച് അതിനെ വിമർശിച്ച് വിമർശന വിധേയമാക്കി അതിനെ വിശകലനം ചെയ്ത് മാത്രം ഏതൊരു വിഷയത്തെയും കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു വിഭാഗത്തിനെയാണ് ഈ പകുത്തറിവാളൻ എന്ന് അല്ലെങ്കിൽ പകുത്തറിവാളന്മാരെന്ന് തമിഴിൽ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ളൊരു പ്രതിച്ഛായ തങ്ങളെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രതിച്ഛായ തന്നിലേക്കും കുറച്ച് വീഴട്ടെ എന്നുള്ള, ഈ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്ന പോലെ തന്നിലേക്കും വീഴട്ടെ എന്നുള്ള തരത്തിലാണ് അവരോടൊപ്പം ഈ അമീർ എന്ന അടിമുടി ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ജിഹാദി സഞ്ചരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്രിമാരനൊക്കെ അവരുടെ ചലച്ചിത്രങ്ങളെല്ലാം ഒരുപക്ഷെ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ പോകുന്ന തലത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സാങ്കേതിക മികവ് പുലർത്തുന്ന ചലച്ചിത്രങ്ങളായിരിക്കും. അതിൻ്റെ രാഷ്ട്രീയത്തോട് അഭിപ്രായ വ്യത്യാസമെല്ലാം ഉണ്ടെങ്കിലും വെട്രിമാരൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അസുരൻ പോലുള്ള പടങ്ങളെങ്കിലും, അല്ലെങ്കിൽ സൺഡേ കോഴിയിലോ ആടുകളം പോലുള്ള സിനിമകളെങ്കിലും വളരെ സാങ്കേതിക മികവ് പുലർത്തുന്നതാണ്. ആടുകളത്തിൽ രാഷ്ട്രീയം കുറവാണെങ്കിൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളാണ്. ഒരു പക്ഷേ ബാലുമഹീന്ദ്രയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു സ്വയം വിമർശനമാകാം ആടുകളത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത്. ആടുകളം പോലുള്ള സിനിമകൾ കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും രാഷ്ട്രീയം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതും വളരെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം. അസുരനിൽ അത് തുടങ്ങി ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ വിടുതലൈ എന്ന ചലച്ചിത്രത്തിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തി. തമിഴ്നാട്ടിൽ ട്രെയിൻ ബോംബ് വെച്ച് തകർത്ത തമിഴ് പുലികൾക്ക് മുൻപുണ്ടായിരുന്ന ഭീകരവാദ സംഘടനകളെ ന്യായീകരിക്കുന്ന തരത്തിൽ വരെ അദ്ദേഹം കാര്യങ്ങൾ എത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സാങ്കേതിക മികവ് പുലർത്തുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് വെട്രിമാരനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചീത്തപ്പേരെന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളെല്ലാവരും കൂടി ചേർന്ന് തെക്കേ ഇന്ത്യയിൽ വലിയൊരു ഈ കോക്കസോ അല്ലെങ്കിൽ കബാളോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ചോദിക്കാം, ഈ വെട്രിമാരൻ പോലുള്ള ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദ ചിന്താഗതിയോ വെച്ച് പുലർത്തുന്നു. വിഘടനവാദ ചിന്താഗതി എന്ന് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യ എന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളുണ്ടാക്കിയൊരു ആശയം മാത്രമാണ്, അതൊരു രാജ്യമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ വെട്രിമാരൻ. ഇപ്പോഴും അതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ളൊരു വിഘടനവാദ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഈ മാവോയിസ്റ്റ് ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടിൻ്റെ ക്രിസ്ത്യൻസ് ഉണ്ട്. അത് മാവോയിസ്റ്റുമായിട്ട് ഇപ്പോൾ വേർതിരിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. ഈ കൂട്ടുകെട്ടിൻ്റെ ഒപ്പമാണോ ദുൽഖർ സൽമാൻ? ഇപ്പോഴല്ല, ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ അല്ല, പക്ഷെ ഭാവിയിൽ ആയിക്കൂടാന്നില്ല. ആ ഒരു ബന്ധത്തിൻ്റെ ഒരു സാധ്യതയാണ് അമീറിലൂടെ തെളിഞ്ഞു കിടക്കുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞമ്മൻ്റെ ആൾ വിഷയമാകുന്നത്. മതം എന്നുള്ള ഒരു പഠനം ബാല്യകാലം മുതലുള്ള പഠനം വിഷയമാകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീ എന്തിനാടാ ഞങ്ങളോട് പറയുന്നതെന്ന് ആ സിനിമാ ഡയലോഗ് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. മറ്റൊന്നിനുമല്ല, ഇനി വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാം വലിയ കുഴപ്പങ്ങളുടെ നാളുകളാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു ഡൂംസ്ഡേ പ്രോഫറ്റായിട്ട് കാര്യങ്ങൾ പറയുകയല്ല, നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല പറയുന്നത്. കുഴപ്പങ്ങളെന്ന് പറയുന്നത് നാട് മുഴുവൻ സംഘർഷവും അടിയും പിടിയും ബഹളങ്ങളും ഉണ്ടാകുമെന്നല്ല പറയാൻ പോകുന്നു. 2026 എന്ന വർഷം അത്ര സുഖകരമായൊരു വർഷമായിരിക്കില്ല എന്ന് നിരന്തരമായി തത്വമയി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളാവാം, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാവാം. ഇതെല്ലാം ഭാരതത്തെയും ബാധിക്കും. കാരണം ഭാരതം എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു രാജ്യമല്ലല്ലോ, ദൗർഭാഗ്യവശാൽ. കാരണം 70 വർഷങ്ങൾക്ക് മേൽ നമ്മളെ ഭരിച്ച് മുടിച്ച് ഒരു കുടുംബം നമ്മളെ അതെന്തായാലും ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. സ്വയം പര്യാപ്തത നമുക്ക് അധികം കാര്യങ്ങളിൽ നേടുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിനുള്ള തടസ്സങ്ങളും വരും. കാരണം ഇത്തരത്തിലുള്ളൊരു ലോകരാഷ്ട്രങ്ങളുടെ ഒരു ശക്തിക്രമത്തിൽ ഭാരതത്തിൻ്റെ ഉയർച്ച സഹിക്കാത്ത പല രാജ്യങ്ങളുമുണ്ട്. അവർ ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കുന്നത് ആരിലൂടെ ആയിരിക്കും? നേരിട്ട് എന്തെങ്കിലും ഭീകരാക്രമണങ്ങൾ നടത്തിയായിരിക്കുമോ? ആവണമെന്നില്ല. ഒരുപക്ഷെ അതിന് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കാം. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ കാരണം ആകെ വലഞ്ഞ് ഗതികെട്ടൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭാരതത്തിലേക്കുള്ള ഭീകരവാദ സംഘടനകളെ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾക്ക് എത്രത്തോളം സഹായം നൽകുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ മുടിഞ്ഞാലും ഈ മകൻ ചത്താലും മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ സ്വന്തം രാജ്യം മുടിഞ്ഞ് കുത്തുവാള എടുത്തു പോയാലും ഭാരതത്തെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പാകിസ്ഥാനിലുള്ളത് കൊണ്ട് അതിനും സാധ്യതകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരതം ഏതെങ്കിലും ഒരു വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴോ, ഇപ്പോൾ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിനെതിരെ ഈ
സെലിബ്രിറ്റികളിൽ അല്ലെങ്കിൽ ഈ നടന്മാരിൽ സംവിധായകന്മാരിൽ എത്ര പേർ വരും ദിവസങ്ങളിൽ മുന്നിട്ടിറങ്ങുമെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഗ്രേറ്റർ നിക്കോബാർ ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെ തടയുക. സർദാർ സരോവർ ഡാമിൻ്റെ കാര്യം, നരേന്ദ്രമോദി ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ദാഹം, ദീർഘകാലമായുള്ള കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പൂർത്തീകരിച്ചൊരു പദ്ധതിയായിരുന്നു സർദാർ സരോവർ അണക്കെട്ട്. ഈ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ മേധാ പട്കർ, അമീർ ഖാൻ തുടങ്ങിയ എത്രയോ ആളുകൾ എത്രയോ കാലം പ്രചാരണങ്ങൾ നടത്തി, സമരങ്ങൾ ചെയ്തു, കോടതികളിലൂടെ അതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് സർദാർ സരോവർ ഡാം ഒടുവിൽ പൂർത്തിയാക്കുവാൻ പറ്റിയത്. എത്ര കാലമെടുത്തു അതിനു വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അന്ന് മേധാ പട്കറുടെ കൂടെ ഉണ്ടായിരുന്ന നിരവധി വിദഗ്ധർ, അതായത് പരിസ്ഥിതി വിദഗ്ധർ എന്ന് സ്വയം വിളിക്കുന്നവർ, ഇന്ന് ഒരു ഖേദപൂർവ്വം പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയ പഠനങ്ങൾ തെറ്റായിരുന്നു, ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, മേധാ പട്കർ ഉൾപ്പെടെയുള്ളവർ ഫ്രോഡുകളായിരുന്നു എന്ന് പറയാതെ അവർ പറയുന്നുണ്ട് എന്ന് വേണം വരികൾക്കിടയിലൂടെ നമ്മളതിനെ വായിച്ചെടുക്കാൻ. അത്തരത്തിലുള്ള പ്രവർത്തികളുടെ പുതിയ രൂപങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായും ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്ന് നാം കണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ദുൽഖർ സൽമാനെ പോലുള്ളവർ അടിസ്ഥാനപരമായിട്ട് ഒരു ഈ എന്താ പറയുക, സാമ്പത്തികമായും വാണിജ്യപരമായിട്ടും സിനിമയിൽ ഇപ്പോൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ഐസ് ഓൺ റാഫ എന്നുള്ളൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ഏറ്റവും ചുരുങ്ങിയ കർമ്മങ്ങൾ മാത്രമേ ഇക്കാര്യത്തിൽ അനുഷ്ഠിക്കുകയുള്ളൂ. പ്രധാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഒരുപക്ഷെ പ്രകാശ് രാജും വെട്രിമാരനും അമീറും ഇതുപോലുള്ള ആളുകളായിരിക്കും. കാരണം അമീറൊക്കെ ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും ദുരന്തർ സിനിമയ്ക്കെതിരെ ഒരു രാജ്യത്തേക്ക് ഒരു ചാരനെ വിടുക എന്ന് പറയുന്ന അത്ര ശരിയായ നടപടിയൊന്നുമല്ല. ഇവിടെ വന്ന് ഭീകരവാദികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ആരും യുദ്ധം ചെയ്യാൻ പോവില്ല. നിങ്ങൾ വാളെടുത്ത്, ശ്രദ്ധിക്കുക, ഇത് അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ്, വാളെടുത്ത് സ്വയം യുദ്ധം ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള കലാപാഹ്വാനങ്ങൾ, അതായത് തെരുവിലിറങ്ങി വാളുമെടുത്ത് ജിഹാദ് വിളിക്കുവാനാണ് തത്വത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഇപ്പോഴേ നൽകി തുടങ്ങി. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സെലിബ്രിറ്റികളുടെ ഹാൻഡിലുകൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഈ പ്രകാശ് രാജന്മാരോ വെട്രിമാരന്മാരോ അമീർമാരോ ഒക്കെ ഉപയോഗിക്കുവാനും അതിന് പരമാവധി ഒരു എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ശ്രമങ്ങൾ നടത്തുവാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊരു പ്രവചനമായി കണക്കാക്കുക. ഈ പ്രവചനം തെറ്റിപ്പോകണമേ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം നാട്ടിൽ കുഴപ്പങ്ങൾ അത്രയും കുറഞ്ഞിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത്രയും കുറഞ്ഞിരിക്കുമല്ലോ. എന്നാലും തെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 2026 അല്പം കുഴപ്പം പിടിച്ച വർഷമാണെങ്കിൽ പോലും മാധ്യമങ്ങളെ സംബന്ധിച്ച് കുറച്ച് കൗതുകകരമായൊരു വർഷമായിരിക്കാം. പക്ഷേ ഭാരതത്തിൻ്റെ ഒരു അതിജീവന ശക്തി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായതുകൊണ്ട് തന്നെ ഇതും കടന്നു പോകും, ഇതിനെയും നമ്മൾ അതിജീവിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.